Good morning. Vector valued functions, module 1. അതാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു മാപ്പിംഗ് വിത്ത് സം സ്പെസിഫിക് പ്രോപ്പർട്ടീസ്. അതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് സാധാരണ വിളിക്കുന്നത്, അല്ലെ? എഫ് ഫ്രം എ ടു ബി എന്ന് പറഞ്ഞ് നമ്മൾ എഴുതും. എഫ് ഫ്രം എ ടു ബി എന്നുള്ള ഫംഗ്ഷന്റെ ഡൊമൈൻ എ ആണ്. അതിന്റെ ഇമേജുകൾ എയിലുള്ള ഏത് പോയിന്റ് എടുത്താലും അതിന്റെ കറസ്പോണ്ടിങ് ആയ ഒരു ഇമേജ് ബി എന്ന് പറയുന്ന സെറ്റിലുണ്ട്. ഏത് പോയിന്റ് എ എടുത്താലും അതിനൊരു യുണീക്ക് ഇമേജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സെറ്റ് ബിനെ നമ്മൾ കോ ഡൊമൈൻ എന്ന് വിളിക്കും. ആ ബിക്കകത്തെ ഏതൊക്കെ വാല്യൂസ് ആണോ ഇമേജ് ആയിട്ട് വരുന്നത്, ആ ഇമേജുകളുടെ കളക്ഷനെ ഒന്നുകിൽ ഇമേജ് സെറ്റ് അല്ലെങ്കിൽ റേഞ്ച് എന്ന് വിളിക്കും. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ കോഡൊമൈനെ തന്നെയാണ് റേഞ്ച് എന്ന് വിളിക്കുന്നത്, ഇമേജുകളുടെ കളക്ഷനെ ഇമേജ് സെറ്റ് എന്ന് വിളിക്കും. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നോഷൻ യൂസ്ഡ് ഇൻ പെർട്ടിക്കുലർ ടെക്സ്റ്റ് ബുക്സ്. ഓക്കെ, അപ്പൊ എ എന്തായാലും ഡൊമൈൻ ആണ്, ബി ആണ് നമ്മുടെ കോഡൊമൈൻ. ഈ ബി എന്ന് പറയുന്ന കോഡൊമൈൻ റിയൽ നമ്പേഴ്സിന്റെ കളക്ഷൻ ആണെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെ നമ്മൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് എന്ന് വിളിക്കും. അതായത് ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ഒരു റിയൽ നമ്പർ ആണ്. അപ്പൊ ഫംഗ്ഷൻ വാല്യൂ റിയൽ ആണ്, അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ആ ഫംഗ്ഷൻസിനെ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. സേ ഫോർ എക്സാമ്പിൾ, ഞാൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ എക്സ് റിയൽ ആണ് എങ്കിൽ എക്സ് സ്ക്വയർ കണ്ടുപിടിച്ചാൽ എനിക്ക് കിട്ടുന്നതും ഒരു റിയൽ നമ്പർ ആയിരിക്കും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ എടുത്താൽ അതൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് എന്ന് നമുക്ക് പറയാം. അതേസമയം ഞാൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്നാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എന്റെ ഡൊമൈൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്നൊരു ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്താൽ പോസിറ്റീവ് റിയൽ നമ്പേഴ്സിന്റെ ഒക്കെ റൂട്ട് ഒരു റിയൽ നമ്പർ തന്നെ ആയിരിക്കും, അല്ലെ? അപ്പൊ അവിടെ പ്രശ്നമില്ല, സീറോയിന്റെ റൂട്ടിനും പ്രശ്നമില്ല. അതേസമയം നെഗറ്റീവ് റിയൽ നമ്പേഴ്സിന്റെ റൂട്ട് എടുത്താൽ കിട്ടുന്ന ആൻസർ ഒരു റിയൽ നമ്പർ അല്ല. നെഗറ്റീവ് നമ്പേഴ്സിന് റിയൽ സ്ക്വയർ റൂട്ട് ഇല്ല. നെഗറ്റീവ് നമ്പേഴ്സിന് എവിടെയാ സ്ക്വയർ റൂട്ട് ഉള്ളത്? കോംപ്ലക്സ് നമ്പേഴ്സിനകത്താണ് സ്ക്വയർ റൂട്ട് ഉള്ളത്. റൂട്ട് ഉണ്ട്, പക്ഷെ ആ നമ്പർ കോംപ്ലക്സ് നമ്പർ ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്നൊരു ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്യുന്നു. ഡൊമൈൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ് എങ്കിൽ അതിന്റെ റേഞ്ച് റിയൽ നമ്പേഴ്സിന്റെ കളക്ഷൻ അല്ല വരുന്നത്. അപ്പൊ നമ്മളത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ അല്ല എന്ന് പറയും. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണല്ലോ, അല്ലെ? ഡൊമൈൻ റിയൽ ആയതുകൊണ്ട് ഒരു ഫംഗ്ഷൻ റിയൽ വാല്യൂഡ് ആവുന്നില്ല. കോഡൊമൈൻ അഥവാ റേഞ്ച് സെറ്റ് റിയൽ നമ്പേഴ്സോ അതിന്റെ സബ്സെറ്റോ, എല്ലാ റിയൽ നമ്പേഴ്സും ഇമേജ് ആയി വരണമെന്നൊന്നും എനിക്ക് നിർബന്ധമില്ല. പക്ഷെ കിട്ടുന്ന വാല്യൂ ആൻസർ ഒരു റിയൽ നമ്പർ ആണെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് എന്ന് വിളിച്ചിരുന്നത്. സോ എന്താണ് ഡൊമൈൻ എന്നുള്ളത് നമുക്ക് അവിടെ ഒരു വിഷയമല്ല. റേഞ്ച് സെറ്റ് അല്ലെങ്കിൽ കോഡൊമൈൻ റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതേ കൺസെപ്റ്റ് നമ്മൾ ഇനി വെക്ടേഴ്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഇവിടെ നമ്മൾ ഡൊമൈൻ ആയിട്ട് പൊതുവെ റിയൽ നമ്പേഴ്സിന്റെ ഏതെങ്കിലും ഒരു സബ്സെറ്റ് തന്നെയാണ് എടുക്കുന്നത്. ഫംഗ്ഷന്റെ വാല്യൂ ഒരു വെക്ടർ ആണ് എങ്കിൽ അങ്ങനത്തെ ഫംഗ്ഷൻസിനെ നമ്മൾ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കും. ഫംഗ്ഷന്റെ ഒരു പോയിന്റിലെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം ഒരു വെക്ടർ ആണ്. ഓക്കെ, അത്രയുള്ളൂ അതിന്റെ അർത്ഥം. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഇനി അപ്പൊ എന്താ വെക്ടർ? വെക്ടർ നിങ്ങൾ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, അല്ലെ? എന്നാലും നമുക്കൊന്ന് ഓർമ്മ പുതുക്കാം. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും രണ്ടുമുള്ള ഒരാളാണ് വെക്ടർ, അല്ലെ? വെക്ടറിന്റെ നമ്മൾ ജനറൽ ഫോം, ഒരു 3 ഡയമെൻഷണൽ സ്പേസിൽ വെക്ടറിന്റെ ജനറൽ ഫോം നമ്മൾ പറയുന്നത് xi പ്ലസ് yj പ്ലസ് zk എന്നാണ്. where I, j and k are the unit vectors in the direction of x-axis, y-axis and z-axis. xi plus yj plus zk ഫോമിലുള്ള ഒരു ക്വാണ്ടിറ്റി, ഒരു എക്സ്പ്രഷൻ, അതിനെയാണ് നമ്മൾ വെക്ടർ എന്ന് വിളിക്കുന്നത്. ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആയിരിക്കും. ഡയറക്ഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഐ ജെ കെക്ക് എത്രയാണോ ആ റേഷ്യോ വന്നിരിക്കുന്നത് അതനുസരിച്ചിരിക്കും അതിന്റെ ഡയറക്ഷൻ എന്താണെന്നുള്ളത്, അല്ലെ? അപ്പൊ അങ്ങനെയാണ് ഡയറക്ഷൻ. അപ്പൊ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും രണ്ടും ഉള്ളതിനെയാണ് നമ്മൾ വെക്ടർ എന്ന് വിളിക്കുന്നത്. ഫൈനൽ ആൻസർ വെക്ടർ ആയിട്ട് വരുന്ന
ഫങ്ഷൻസ്. അതിനെയാണ് നമ്മൾ വെക്റ്റർ വാല്യൂഡ് ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷന്റെ ജനറൽ ഫോം നമ്മൾ പറയുന്നത് വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി കെ. ഇവിടെ ഫംഗ്ഷന്റെ നെയിംസ് എക്സ് വൈ ഇസെഡ് എന്നാണ്. ഇത് തന്നെ വേണമെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് ടി ഐ പ്ലസ് വൈ ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ. ഈ രണ്ട് നൊട്ടേഷൻസും വളരെ കോമൺ ആയിട്ട് ഉപയോഗിച്ച് കാണുന്നതാണ്. ഇവിടെ ടി എന്ന് പറയുന്നതാണ് നമ്മുടെ പാരാമീറ്റർ. ടിയുടെ വാല്യൂ വേരി ചെയ്യുന്നതിനനുസരിച്ച് എക്സ് ഓഫ് ടി, വൈ ഓഫ് ടി, സെഡ് ഓഫ് ടി അല്ലെങ്കിൽ എഫ് ഓഫ് ടി, ജി ഓഫ് ടി, എച്ച് ഓഫ് ടി എന്നുള്ള ക്വാണ്ടിറ്റീസ് ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഐ, ജെ ആൻഡ് കെ. ആർ ഓഫ് ടി ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ ആർ ഓഫ് ടി എഴുതിയപ്പോ ശ്രദ്ധിച്ചോ, ആർ ബാർ എന്ന് ഇട്ടിട്ടുണ്ട് അല്ലെ. ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി അല്ല, ഇതൊരു വെക്ടർ ആണ് എന്ന് അറിയിക്കാനാണ് നമ്മൾ ആ മുകളിൽ ബാർ സിമ്പൽ ഇടുന്നത്. ടെക്സ്റ്റില് പ്രിന്റിംഗ് നോക്കുകയാണെങ്കിൽ ബോൾഡ് ആയിട്ട് ആർ എന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. ബോൾഡ് ആർ ക്വസ്റ്റ്യൻ പേപ്പറിലും ടെക്സ്റ്റിലും ഒക്കെ അങ്ങനെയാണ് ഉണ്ടാവുക. ബോൾഡ് ആയിട്ട് ആർ ഓഫ് ടി, ആർ മാത്രം ബോൾഡ് ഇങ്ങനെ പ്രിന്റ് ചെയ്താൽ അതിനർത്ഥം അത് വെക്ടർ ആണ് എന്നുള്ളതാണ്. അതേസമയം എക്സ് വൈ ഇസെഡ് അല്ലെങ്കിൽ എഫ് ജി ടി എന്നുള്ളതിന് നമുക്ക് ആ ബാർ സിമ്പൽ ഇല്ല. which means they are linear functions. സ്കെയിലാർ ഫംഗ്ഷൻസ് ആണ് എഫും ജിയും എച്ചും. പേര് മാത്രമാണ് എഫ് ജി എച്ച്. അതിന് എക്സ് വൈ സെഡ് പേര് വിളിക്കണമെങ്കിൽ അങ്ങനെ പേര് വിളിക്കാം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതെല്ലാം സ്കെയിലാറ്. ആ സ്കെയിലാർസ് ഈ ഡയറക്ഷൻ വെക്ടറും കൂടി ആയിട്ട് കമ്പൈൻ ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് ആർ ഓഫ് ടി. ഈ വെക്റ്റർ ആർ ഓഫ് ടിയെ നമ്മൾ പൊസിഷൻ വെക്ടർ എന്നാണ് വിളിക്കുന്നത്. വെക്റ്റർ ആർ ഓഫ് ടി is called the position vector where t is a parameter. ടിയുടെ വാല്യൂ ഒരു പർട്ടിക്കുലർ ഇന്റർവെൽ ഐയിൽ വേരി ചെയ്യുന്നതിനനുസരിച്ച് ആർ ഓഫ് ടി എന്നുള്ളത് എക്സ് വൈ ഇസെഡ് കോർഡിനേറ്റ്സ് ആയിട്ട് വരുന്ന ഒരു ത്രീ ഡയമെൻഷണൽ സ്പേസിലെ ഒരു പോയിന്റ് ആയിട്ടാണ് എനിക്ക് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഈ ടി വേരി ചെയ്യുന്നതിനനുസരിച്ച് ആർ ഓഫ് ടിയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ്സ് കണ്ടുപിടിച്ചാൽ എനിക്ക് ഒരു 3D സ്പേസിൽ ഒരു കർവ് ഇങ്ങനെ കിട്ടും. വാല്യൂ മാറി മാറി വരുന്നതിനനുസരിച്ച് കർവിന്റെ ഷേപ്പ് എന്ത് വേണമെങ്കിലും ആവാം. ഇങ്ങനെ ഒരു കർവ് എനിക്ക് കിട്ടും. ഈ കർവിനെയാണ് ഫംഗ്ഷന്റെ പാത്ത് എന്ന് പറയുന്നത്. ആസ് ടി വേരീസ് ഇൻ ഐ ഇൻ എ ഗിവൺ ഇന്റർവെൽ ഐ, എക്സ് വൈ സെഡ് എന്നുള്ള ഓർഡർഡ് പെയർ ഉള്ള പോയിന്റ്സ് മാർക്ക് ചെയ്താൽ അത് ഒരു കർവ് ട്രേസ് ചെയ്യും. ആ കർവിനെയാണ് ഈ ഫംഗ്ഷന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാത്ത് എന്ന് പറയുന്നത്. പാരാമീറ്റർ ടീനെ ബേസ് ചെയ്തിട്ടുള്ള റെപ്രസെന്റേഷൻ ആയതുകൊണ്ട് ഇതിനെ നമ്മൾ പാരാമെട്രിക് റെപ്രസെന്റേഷൻ ഓഫ് ദ കർവ് എന്നാണ് പറയുക. ഓക്കെ, പാരാമീറ്റർ ഏതാണ്? ടി ആണ് നമ്മുടെ പാരാമീറ്റർ. ഓക്കെ, ഇതിനകത്ത് ഐ ജെ കെ ഡയറക്ഷനിൽ വരുന്ന കമ്പോണന്റുകളാണ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി, വൈ ഈക്വൽ ടു ജി ഓഫ് ടി, z ഈക്വൽ ടു എച്ച് ഓഫ് ടി. ഈ ഫംഗ്ഷൻസിന് ഇത് എക്സ് ഡയറക്ഷനിലെ കമ്പോണന്റ്, ഇത് വൈ ഡയറക്ഷനിലെ കമ്പോണന്റ്, z ഡയറക്ഷനിലെ കമ്പോണന്റ്, അങ്ങനെയല്ലേ വരുന്നത്. അതുകൊണ്ട് ഈ എഫ് ജി എച്ച് എന്നുള്ളതിനെ നമ്മൾ കമ്പോണന്റ് ഫങ്ഷൻസ് എന്നാണ് പറയുന്നത്. ഒരു കർവ് ട്രേസ് ചെയ്യുമ്പോൾ എപ്പോഴും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനെയാണ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നത് കേട്ടോ. മറ്റേത് നെഗറ്റീവ് ഡയറക്ഷൻ ആണ് എന്നാണ് അസ്യൂം ചെയ്യുന്നത്. ഒരു കർവ് ആ കർവിനെ തന്നെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് ഒന്നും വരുന്നില്ല എങ്കിൽ, ഇങ്ങനെയാണ് പോകുന്നത്, കർവിന് ഇന്റർസെക്ട് ചെയ്യുന്നില്ല എങ്കിൽ ഇത് സിമ്പിൾ കർവ് ആണ് എന്ന് പറയും. അതേസമയം ഇങ്ങനെ ഒരു ലൂപ്പ് സ്ട്രക്ചർ എവിടെയെങ്കിലും വരികയാണെങ്കിൽ അത് സിമ്പിൾ അല്ല, ഈ കർവ് സിമ്പിൾ അല്ല. ഓക്കെ, അപ്പൊ ഇത് സിമ്പിൾ ആണ്. നമുക്കിങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ വേരിയേഷൻസ് ഒക്കെ ആവാം, പക്ഷെ ഇങ്ങനത്തെ ഒരു ക്രോസിംഗ് വരാൻ പാടില്ല. ക്രോസിംഗ് വന്നാൽ കർവ് സിമ്പിൾ അല്ല, അല്ല എങ്കിൽ ആ കർവിനെ നമ്മൾ സിമ്പിൾ കർവ് എന്ന് വിളിക്കും. ഇനി ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് വെക്ടർ ആർ ഓഫ് ടി ഈക്വൽ ടു എ പ്ലസ് ടി ബി, വെക്ടർ എ പ്ലസ് ടി ഇൻറ്റു വെക്ടർ ബി. ഇതിനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈനിന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇതിലെ ഈ വെക്ടർ ബി എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ അതിന്റെ കമ്പോണൻസിനെയാണ് നമ്മൾ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് വിളിക്കുന്നത്.
R of t equal to a plus tb ഫോമിൽ എക്സ്പ്രസ് ചെയ്യുന്നു, where b is a unit vector. Okay. Then the components of b are called direction cosines. ഇനി സർക്കിളിന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ. സർക്കിളിന്റെ നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറയാം അല്ലെ, റേഡിയസ് ആർ ഉള്ള സർക്കിള്. ഇതിന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ അഥവാ വെക്ടർ വാല്യൂഡ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് വെക്ടർ ആർ ഓഫ് ടി ഈക്വൽ ടു സർക്കിളിന്റെ പാരാമെട്രൈസേഷൻ നമുക്കറിയാം അല്ലെ, എക്സ് ഈക്വൽ ടു എ കോസ് ടി, വൈ ഈക്വൽ ടു ബി സൈൻ ടി എന്നുള്ളതാണ്. അപ്പൊ പാരാമെട്രിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് എ കോസ് ടി ഐ പ്ലസ് ബി സൈൻ ടി ജെ. യൂണിറ്റ് വെക്ടർ ആണ് എന്ന് കാണിക്കാനാണ് നമ്മൾ ഈ ക്യാപ്പ് സിമ്പൽ ഇടുന്നത് കേട്ടോ. ബാർ ആണെങ്കിലും ക്യാപ്പ് ആണെങ്കിലും വെക്ടർ എന്നുള്ളതിനെയാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. ബാർ എന്ന് പറഞ്ഞാൽ അതൊരു ജനറൽ വെക്ടർ. ഇപ്പൊ യൂണിറ്റ് വെക്ടറിന്റെ മുകളിലും വേണമെങ്കിൽ എനിക്ക് ബാർ എന്നുള്ളത് വരയ്ക്കാം, കാരണം യൂണിറ്റ് വെക്ടർ ഇസ് ഓൾസോ എ വെക്ടർ. യൂണിറ്റ് ആണെന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് അറിയാമെങ്കിലാണ് ഈ ക്യാപ്പ് സിമ്പൽ ഇടുന്നത്. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നിറ്റ്യൂഡ് 1 വരുന്ന വെക്ടറിനെയാണ് നമ്മൾ യൂണിറ്റ് വെക്ടർ എന്ന് വിളിക്കുന്നത്. പി ഐ ജെ കെ എന്ന് പറയുന്നത് എക്സ് വൈ ഇസഡ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടേഴ്സ് ആണ് കേട്ടോ. ഈ ക്യാപ് സിമ്പല് യൂണിറ്റ് വെക്ടർ എന്നുള്ളതിനെ ഡിനോട്ട് ചെയ്യുന്നു, ബാറ് ജനറൽ ആയിട്ടുള്ള ഏത് വെക്ടറും. ഇപ്പൊ സർക്കിളിന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഇതാണ്, വെക്ടർ ആർ ഓഫ് ടി ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് ബി സൈൻ ടി ജെ. ഇനി ഒരു കർവ് ഒരു പ്ലെയിനിൽ കിടക്കുകയാണെങ്കിൽ, നമ്മൾ 3D-യിലാണ് ഇപ്പൊ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെ, ഐ ജെ കെ ഉണ്ട്, 3D-യിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഈ 3D-യിൽ ട്രേസ് ചെയ്യുന്ന കർവ് ഒരു പെർട്ടിക്കുലർ പ്ലെയിനിൽ കിടക്കുകയാണെങ്കിൽ അതിനെ പ്ലെയിൻ കർവ് എന്ന് പറയും. അതേസമയം ഒരു പ്ലെയിനിൽ എനിക്ക് ഈ കർവിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല, അതിന് പ്രൊജക്ഷൻ വരുന്നുണ്ട് എങ്കിൽ അതിനെ ട്വിസ്റ്റഡ് കർവ് എന്ന് പറയും. അപ്പൊ ഐ ജെ കെ 3 ഡയറക്ഷനിലും നോൺ നെഗറ്റീവ് കമ്പോണൻസ് ഉണ്ടെങ്കിൽ അത് ട്വിസ്റ്റഡ് കർവ് ആവും. അതല്ല ഒരു പ്ലെയിനിൽ എനിക്ക് ട്രേസ് ചെയ്യാവുന്നതാണെങ്കിൽ അതിനെ പ്ലെയിൻ കർവ് എന്ന് പറയും. അപ്പൊ എ കോസ് ടി ഐ പ്ലസ് ബി സൈൻ ടി ജെ എന്നുള്ള സർക്കിളിന്റെ ഇക്വേഷൻ എടുത്താൽ അതൊരു പ്ലെയിൻ കർവ് ആണ്. ഓക്കെ. ഇനി സർക്കിള് പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കർവാണ് ഹെലിക്സ്. ഹെലിക്സിന്റെ ജനറൽ ഫോം വെക്ടർ ആർ ഓഫ് ടി ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് ബി സൈൻ ടി ജെ പ്ലസ് സി ടി കെ. ഇതാണ് ഹെലിക്സിന്റെ ജനറൽ ഫോം വരുന്നത്. ഇതിനെ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? സർക്കിൾ തന്നെ കിട്ടും. എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കെ കമ്പോണന്റ് മാറ്റി ഐ ജെ ആ ഭാഗത്തിനെ പ്രൊജക്ട് ചെയ്യുക എന്നുള്ളതാണ്. എ കോസ് ടി ഐ പ്ലസ് ബി സൈൻ ടി ജെ എന്ന് കിട്ടും അല്ലെ. അപ്പൊ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്താൽ ഹെലിക്സ് സർക്കിൾ ആയിട്ട് മാറും. ഹെലിക്സിന്റെ ജനറൽ ഫോം ഇതാണ്. ഓക്കെ. ഹെലിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ഒരു സ്പ്രിങ് പോലെ പോകുന്നത് കേട്ടോ. ഇതിനെയാണ് നമ്മൾ ഹെലിക്സ് എന്ന് വിളിക്കുന്നത്. അതൊരു ട്വിസ്റ്റഡ് കർവ് ആണ്. ഹെലിക്സ് എന്നുള്ള പേര് വരാം, അതുകൊണ്ടാണ് അതിന്റെ ജനറൽ ഫോം പറഞ്ഞു തന്നത്. ഇനി ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന്റെ ലിമിറ്റ് വെക്ടർ ആർ ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ എന്ന് തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് L ആണ് എന്ന് പറയണമെങ്കിൽ at the point t equal to t naught. ഫംഗ്ഷന്റെ ലിമിറ്റ് L at the point t equal to t naught, and we write limit t tending to t naught vector r of t equal to L if given epsilon greater than 0 there exists delta greater than 0 such that 0 less than modulus of t minus t naught less than delta implies modulus of vector r of t minus L less than epsilon. ഇതാണ് ലിമിറ്റിന്റെ ടെക്നിക്കൽ ഡെഫിനിഷൻ പറയുന്നത്. നിങ്ങൾ സാധാരണ ഫംഗ്ഷൻസിന്റെ ലിമിറ്റ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. അത് തന്നെ നമ്മളിപ്പോ ഇവിടെ എന്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു? വെക്ടേഴ്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. സെയിം ഡെഫിനിഷൻ ആണ്, പക്ഷെ ഇവിടെ വെക്ടർ വാല്യൂഡ് ആയതുകൊണ്ട് വെക്ടർ വരുന്നു. ഈ ലിമിറ്റിന്റെ ഒരു ലേമാൻസ് ലാംഗ്വേജിൽ പറഞ്ഞാൽ മീനിങ് എന്താണ്? ടി നോട്ടിനടുത്തേക്ക് പോകും തോറും വെക്ടർ ആർ ഓഫ് ടി വെക്ടർ എല്ലിന്റെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിലാണ് ആസ് ടി ടെൻസ് ടു ഡി നോട്ട് ആർ വെക്ടർ ആർ ഓഫ് ടിയുടെ ലിമിറ്റ് എൽ ബാർ ആണ് എന്ന് നമ്മൾ പറയുന്നത്. എൽ വെക്ടർ ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ എൽ ബാർ എന്നുള്ള നൊട്ടേഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ സാധാരണ ഫംഗ്ഷന്റെ ലിമിറ്റ് എങ്ങനെയാണോ ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസിന്റെയും ലിമിറ്റ് ഡിഫൈൻ ചെയ്യുന്നത്.
ഇവിടെ ഈ എഫ് ഓഫ് ടി, ജി ഓഫ് ടി, എച്ച് ഓഫ് ടി എന്ന് പറയുന്ന സാധാ ഫംഗ്ഷൻസ് ആണ് അല്ലെ. അതുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് ലിമിറ്റ് ടി ടെൻഡിങ് ടു ടി നോട്ട് വെക്ടർ ആർ ഓഫ് ടി is equal to L1i plus L2j plus L3k, where L1 is limit t tending to t naught f of t, L2 എന്ന് പറയുന്നത് അതുപോലെ തന്നെ g of t യുടെ ലിമിറ്റ്, L3 എന്ന് പറയുന്നത് h of t യുടെ ലിമിറ്റ്. ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓരോ കമ്പോണന്റ് ഫംഗ്ഷന്റെയും ലിമിറ്റ് കണ്ടുപിടിക്കുക. ആ ലിമിറ്റിംഗ് വാല്യൂ എത്രയാണോ അത് വെച്ച് i j k ആഡ് ചെയ്ത് അതിനോട് കൂടെ ചേർത്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് ഈ ആർ ഓഫ് ടി എന്നുള്ള ഫംഗ്ഷന്റെ ലിമിറ്റ് കിട്ടും. അപ്പം വെക്ടറിനകത്ത് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. നേരിട്ട് ഓരോ കമ്പോണന്റ് ഫംഗ്ഷന്റെയും, ഒരു സാധാരണ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ആ ഓരോ കമ്പോണന്റ് ഫംഗ്ഷന്റെയും ലിമിറ്റ് കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന്റെ ലിമിറ്റ് കിട്ടും. അതുപോലെ തന്നെ ലിമിറ്റ് പോലെ തന്നെ കണ്ടിന്യൂറ്റി. ഒരു വെക്ടർ ആർ ഓഫ് ടി കണ്ടിന്യൂസ് ആണ് എന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് ടി, ജി ഓഫ് ടി, എച്ച് ഓഫ് ടി ഇത് മൂന്നും കണ്ടിന്യൂസ് ആണെങ്കിൽ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ ഓഫ് ടി കണ്ടിന്യൂസ് ആണെന്ന് പറയും. അപ്പൊ സാധാരണ ഫംഗ്ഷൻസിൽ എന്തൊക്കെ കൺസെപ്റ്റ് ഉണ്ടോ അത് അതുപോലെ തന്നെ നമുക്ക് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഡെറിവേറ്റീവ്, നമ്മൾ ലിമിറ്റ്, കണ്ടിന്യൂറ്റി, അടുത്തത് വരുന്ന ഡെറിവേറ്റീവ് ആണ് അല്ലെ. ഡി ആർ ബൈ ഡി ടി കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ കമ്പോണന്റ് വൈസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. ഡി ബൈ ഡി ടി ഓഫ് എഫ് ഓഫ് ടി ഇൻ ദ ഡയറക്ഷൻ ഓഫ് y പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് ജി ഓഫ് ടി ജെ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് എച്ച് ഓഫ് ടി കെ. ഇങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്, കമ്പോണന്റ് വൈസ് ഡിഫറൻസിയേഷൻ. ഇത് നമ്മുടെ ഡിഫറൻഷിയേഷന്റെ ഫോർമുലാസുമായിട്ട് ടാലിയാണ്. എന്താ കാരണം? നമുക്കിപ്പോ അറിയാം, ഒരു കോൺസ്റ്റന്റ് സി ഇൻറ്റു എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാറ്? സി ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതും അല്ലെ, കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ എന്നുള്ള രീതിയിൽ. ഐ ജെ കെ ഇത് മൂന്നും കോൺസ്റ്റന്റ് യൂണിറ്റ് വെക്ടേഴ്സ് ആണ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എക്സ്, വൈ ആൻഡ് സെഡ്. അപ്പൊ അവർക്ക് ഡെറിവേറ്റീവിൽ റോൾ ഒന്നുമില്ല. അപ്പൊ പിന്നെ എന്തിനാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്? അതിന്റെ കൂടെ വരുന്ന ഫംഗ്ഷൻസിനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ആ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു സാമ്പിൾ പ്രോബ്ലം വെറുതെ ചെയ്യാം. വെക്ടർ ആർ ഓഫ് ടി ഈക്വൽ ടു കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ പ്ലസ് ഇ റേസ് ടു ടി കെ എന്ന് തന്നിരിക്കുന്നു എന്ന് വിചാരിക്കുക. ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു കമ്പോണന്റ് വൈസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ ആദ്യം വരുന്ന കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി ഐ പ്ലസ് അടുത്തത് സൈൻ ടിയുടെ ഡെറിവേറ്റീവ്, അത് കോസ് ടി ആണ് അല്ലെ. സോ കോസ് ടി ജെ പ്ലസ് ഇ റേസ് ടു ടിയുടെ ഡെറിവേറ്റീവ് ഇ റേസ് ടു ടി തന്നെ, ഇ റേസ് ടു ടി കെ. ഇങ്ങനെയാണ് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി ഒരു പർട്ടിക്കുലർ പാർട്ടിക്കിളിന്റെ മോഷൻ ആണ് വെക്ടർ ആർ ഓഫ് ടി എന്ന് പറയുന്ന പൊസിഷൻ വെക്ടർ ആണ് എന്ന് പറഞ്ഞു അല്ലെ. വെക്ടർ ആർ ഓഫ് ടി ഒരു പൊസിഷൻ വെക്ടർ ആണെങ്കിൽ ആ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന്റെ വെലോസിറ്റി വെക്ടർ വി ഓഫ് ടി ഇസ് ഈക്വൽ ടു ഡി ആർ ബൈ ഡി ടി. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് അല്ലെ. സോ സ്പീഡ് എന്ന് പറഞ്ഞാൽ മോഡ് വി ഓഫ് ടി ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി ആർ ബൈ ഡി ടി. ഇനി ആക്സലറേഷൻ വെക്ടറിനെ നമ്മൾ എ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. എ ഓഫ് ടി ഇസ് ഈക്വൽ ടു ആക്സലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് ആണ്, ഡി വി ബൈ ഡി ടി. പക്ഷെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പൊസിഷൻ വെക്ടറിന്റെ ഡെറിവേറ്റീവ് ആണ്. സോ ഡി ബൈ ഡി ടി ഓഫ് ഡി ആർ ബൈ ഡി ടി എന്ന് വരും, വിച്ച് ഇസ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. സോ ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ. ഇതാണ് നമ്മുടെ ആക്സലറേഷൻ വെക്ടർ വരുന്നത്. ഇനി ഒരു പൊസിഷൻ വെക്ടറിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് ടാൻജന്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ, ശരിക്കും ഒരു ഫംഗ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? ടാൻജന്റിന്റെ സ്ലോപ്പ് ആണ് അല്ലെ. അപ്പൊ ആർ ഓഫ് ടി പൊസിഷൻ വെക്ടർ ആയിട്ട് വരുന്നതിന്റെ ടി എന്നുള്ള പോയിന്റിലെ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ തന്നെ നമ്മൾ ക്യാപിറ്റൽ ടി കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. യൂണിറ്റ് ടാൻജന്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഡി ആർ ബൈ ഡി ടി എന്ന് പറയുമ്പോൾ ടാൻജൻഷ്യൽ ആയിട്ടുള്ള വെക്ടർ കിട്ടും. അതിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും? അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് യൂണിറ്റ് വെക്ടർ കിട്ടുന്നത്. സോ ടി ഈക്വൽ ടു ഡി ആർ ബൈ ഡി ടി ബൈ മോഡുലസ് ഓഫ് ഡി ആർ ബൈ ഡി ടി. ഇതാണ്
യൂണിറ്റ് ടാൻജന്റ് വെക്ടറിന്റെ ഫോർമുല വരുന്നത്. ഇനി അടുത്തത് നമ്മൾ സാധാരണ ഫംഗ്ഷൻസിൽ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂള്, സം ആൻഡ് ഡിഫറൻസ് റൂള്, പ്രോഡക്റ്റ് റൂള്, കോഷ്യൻ റൂള് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇതെല്ലാം വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവിലും ബാധകമാണ്. കാരണം വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നത്, ഓരോ കമ്പോണന്റ് ഫംഗ്ഷന്റെയും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുകയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് അല്ലെ. സ്വാഭാവികമായും ആ റൂൾസ് എല്ലാം ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ അടുത്ത സെറ്റ് ഓഫ് തിയറംസ് ആയിട്ട് വരുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് തിയറം വരുന്നത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ റൂൾ. അതായത് ഡി ബൈ ഡി ടി ഓഫ് കോൺസ്റ്റന്റ് വെക്ടർ സി ഇസ് ഈക്വൽ ടു 0. വെക്ടറിനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കിട്ടുന്ന ആൻസറും ഒരു വെക്ടർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് 0 വെക്ടർ. 0 വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ഷനും ഇല്ല, മാഗ്നിറ്റ്യൂഡ് 0യും ആയിട്ടുള്ള വെക്ടർ. അതാണ് നമ്മുടെ 0 വെക്ടർ വരുന്നത്. ഓക്കെ. ഇപ്പൊ ഡി ബൈ ഡി ടി ഓഫ് സി എന്ന് പറയുന്നത് 0 വെക്ടർ ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് സി ഒരു കോൺസ്റ്റന്റ് വെക്ടർ ആണ് എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. സി കോൺസ്റ്റന്റ് വെക്ടർ ആണെങ്കിൽ സിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? C1i പ്ലസ് C2j പ്ലസ് C3k എന്ന് എഴുതാം. where C1, C2 and C3 are all constants. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ വരിക? ഡി സി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവിന്റെ ഫോർമുല നമ്മൾ കണ്ടതാണ്. അതനുസരിച്ച് ഇത് എന്താ വരിക? ഡി സി വൺ ബൈ ഡി ടി ഐ പ്ലസ് ഡി സി ടു ബൈ ഡി ടി ജെ പ്ലസ് ഡി സി ത്രീ ബൈ ഡി ടി കെ എന്ന് വരും. C1, C2, C3 എല്ലാം കോൺസ്റ്റന്റ്സ് ആണ് അല്ലെ. അപ്പൊ അവരുടെ ഡെറിവേറ്റീവ് ഒക്കെ 0 തന്നെ വരും. സോ 0i പ്ലസ് 0j പ്ലസ് 0k അതായത് 0 വെക്ടർ ആണ്. അപ്പൊ ഒരു കോൺസ്റ്റന്റ് വെക്ടറിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് കിട്ടുന്നത് 0 വെക്ടർ ആണ്. ഇതിനെ നമ്മൾ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ റൂൾ എന്ന് പറയും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെങ്കിൽ ഡി എഫ് ബൈ ഡി എക്സ് 0 എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലെ. ആ സെയിം സംഭവം തന്നെ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അടുത്തത് സ്കേലാർ മൾട്ടിപ്പിൾ റൂൾ. അതായത് ഡി ബൈ ഡി ടി ഓഫ് സി ഇൻറ്റു വെക്ടർ യു where c is a scalar constant is equal to c into du by dt. ഇതിനെയാണ് നമ്മൾ സ്കേലാർ മൾട്ടിപ്പിൾ റൂൾ എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ സാധാരണ ഫംഗ്ഷൻസിലെ ഏത് റൂളിനോട് ഈക്വലന്റ് ആണ്? അവിടുത്തെ സ്കേലാർ മൾട്ടിപ്പിൾ റൂളിനോട്. അതായത് c ഇൻറ്റു എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാറ്? c കോൺസ്റ്റന്റ് ആണ്, സോ c ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതും അല്ലെ. ആ സെയിം കൺസെപ്റ്റ് നമ്മൾ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാണ്. അതിന് വെക്ടർ u ഓഫ് ടി ഈക്വൽ ടു ഇതിനെ നമുക്ക് എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ എന്ന് പറയാം അല്ലെ. ഐ ജെ കെ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് വെക്ടേഴ്സ് ആക്കി ഞാൻ വെക്ടർ യു ഓഫ് ടിനെ എഴുതുന്നു. അപ്പൊ സി ഇൻറ്റു വെക്ടർ യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഇതിനെയൊക്കെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ സി എഫ് ഓഫ് ടി ഐ പ്ലസ് സി ജി ഓഫ് ടി ജെ പ്ലസ് സി എച്ച് ഓഫ് ടി കെ എന്ന് എഴുതാം. ഓക്കെ. സോ ഡി ബൈ ഡി ടി ഓഫ് സി ഇൻറ്റു വെക്ടർ യു ഓഫ് ടി വിൽ ബി ഈക്വൽ ടു കമ്പോണന്റ് വൈസ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലെ. സോ ഡി ബൈ ഡി ടി ഓഫ് സി ഇൻറ്റു എഫ് ഓഫ് ടി ഐ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് സി ഇൻറ്റു ജി ഓഫ് ടി ജെ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് സി ഇൻറ്റു എച്ച് ഓഫ് ടി കെ എന്നാണ് വരിക. ദിസ് ഇസ് ഈക്വൽ ടു ഇത് ഇപ്പൊ സാധാരണ സ്കേലാർ ഫംഗ്ഷൻ ആണ് അല്ലെ. അപ്പൊ അതിന് ആ റൂൾസ് എല്ലാം ബാധകമായിരിക്കും. അപ്പൊ എനിക്ക് ഇവിടെ നിന്നും സി പുറത്തേക്ക് എടുക്കാം. ആ സി കോമൺ ഫാക്ടർ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് എഫ് ഓഫ് ടി ഐ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് ജി ഓഫ് ടി ജെ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് എച്ച് ഓഫ് ടി കെ എന്ന് വരും. ഈക്വൽ ടു സി ഇൻറ്റു ഇതെന്താണ്? യു എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ. അതിന്റെ ഡെറിവേറ്റീവ്സ് ആണ് എടുത്തു പോയിരിക്കുന്നത് അല്ലെ. സോ ദിസ് ഇസ് നത്തിങ് ബട്ട് ഡി യു ബൈ ഡി ടി. Therefore, if c is a scalar constant, then d by dt of c into vector u is equal to c into du by dt. ഇനി ഇതേപോലെ തന്നെ ഇതിപ്പോ നമ്മൾ ഒരു സ്കേലാർ നമ്പർ, ഒരു സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അവിടെ ഒരു ഫിക്സഡ് കോൺസ്റ്റന്റ് ആയിരുന്നു അല്ലെ. ഇതിന് പകരം ഞാനൊരു സ്കേലാർ ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് പറ്റും എന്ന് നമുക്ക് നോക്കാം.
ഞാൻ ഒരു സ്കേലാർ ഫംഗ്ഷൻ എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ എഫ് അവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ വെക്ടർ യു ഓഫ് ടി എന്ന് പറയുന്നത് u1 of t I plus u2 of t j plus u3 of t k ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ഇതിനെ ഞാനൊരു സ്കേലാർ ഫംഗ്ഷൻ എഫ് ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. സ്കേലാർ ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? എഫ് ഓഫ് ടി u1 of t I പ്ലസ് എഫ് ഓഫ് ടി u2 of t j പ്ലസ് എഫ് ഓഫ് ടി u3 of t k എന്ന് വരും അല്ലെ. ഇനി ഇതിനെയാണ് എനിക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഡി ബൈ ഡി ടി ഓഫ് എഫ് ഇൻറ്റു വെക്ടർ യു, എഫ് ഓഫ് ടി ഇൻറ്റു യു ഓഫ് ടി എന്ന് പറഞ്ഞാൽ എഫ് ഇൻറ്റു വെക്ടർ യു ഇസ് ഈക്വൽ ടു, ഈ ഓരോ ടേംസിലും ഞാൻ എന്ത് അപ്ലൈ ചെയ്യേണ്ടി വരും? പ്രോഡക്റ്റ് റൂള് അപ്ലൈ ചെയ്യേണ്ടി വരും. സാധാരണ ഫംഗ്ഷൻസിന് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സിന് സ്കേലാർ ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് റൂൾ എന്താണ്? എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. ആ റൂളാണ് ഞാൻ ഇവിടെ ഓരോ ടേംസിനും അപ്ലൈ ചെയ്യേണ്ടി വരിക. ഓരോ ടേംസിനും അപ്ലൈ ചെയ്യുമ്പോൾ what we get is f of t into u1 dash t plus f dash t into u1 of t, ഇത്രയും വരും ആദ്യത്തെ ഡെറിവേറ്റീവ് അല്ലെ, ഇൻറ്റു ഐ പ്ലസ് അതുപോലെ തന്നെ സെക്കൻഡ് ടേം എന്ത് വരും? എഫ് ഓഫ് ടി ഇൻറ്റു u2 dash t plus f dash t into u2 of t j plus third term differentiate ചെയ്യുമ്പോൾ f of t into u3 dash t plus f dash t into u3 of t k എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഈ മൂന്ന് ടേംസിൽ നിന്നും ഐ ജെ കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടേഴ്സ് ആയിട്ടാണ് കിടക്കുന്നത് അല്ലെ. ഈ മൂന്ന് ടേമിലും ഫസ്റ്റ് സമ്മന്റ് എടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് ടി ഒരു കോമൺ ഫാക്ടർ ആണ് അല്ലെ. അപ്പൊ അത് ഞാനൊന്ന് കളക്ട് ചെയ്ത് എഴുതാൻ പോവാണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എഫ് ഓഫ് ടി ഇൻറ്റു, എഫ് ഓഫ് ടി എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ടേംസ് എന്താണ്? u1 dash of t into vector I പ്ലസ് രണ്ടാമത്തേന്ന് എനിക്ക് എന്ത് കിട്ടും? u2 dash of t into vector j പ്ലസ് u3 dash of t into vector k. ഈ ആദ്യത്തെ മൂന്ന് ടേംസും ഞാനിപ്പോ എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത മൂന്ന് സമ്മൻസ് നോക്കിയേ, അതിൽ മൂന്നിലും ഏത് കോമൺ ഫാക്ടർ ആണ്? എഫ് ഡാഷ് ടി ഒരു കോമൺ ഫാക്ടർ ആണ്. അപ്പൊ ഞാൻ അവിടെ എഫ് ഡാഷ് ഓഫ് ടി കോമൺ ഫാക്ടർ പുറത്തേക്ക് എടുക്കുന്നു. പിന്നെ ബാക്കി നിൽക്കുന്ന എന്താണ്? u1 of t I പ്ലസ് u2 of t j പ്ലസ് u3 of t k. So this is equal to f of t into u1 u2 u3. ഇതിന്റെ മൂന്നിന്റെയും ഡെറിവേറ്റീവ്സ് എടുത്തിരിക്കുന്നു അല്ലെ. ഡെറിവേറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? du ബൈ ഡി ടി ആണ്. അല്ലെങ്കിൽ നമുക്ക് യു ഡാഷ്, വെക്ടർ യു ഡാഷ് എന്ന് വേണമെങ്കിൽ അങ്ങനെയും എഴുതാം. പ്ലസ് അടുത്തത് എന്താ പറഞ്ഞേ? എഫ് ഡാഷ് ഓഫ് ടി ഇൻറ്റു ഇത് എന്ത് തന്നെയാണ്? വെക്ടർ യു തന്നെയാണ്. ഓക്കെ, സോ ഡി ബൈ ഡി ടി ഓഫ് എഫ് ഇൻറ്റു വെക്ടർ യു കണ്ടുപിടിക്കുമ്പോൾ പ്രോഡക്റ്റ് റൂളിനോട് സിമിലർ ആയ ഒരു റിസൾട്ട് ആണ് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഡി ബൈ ഡി ടി ഓഫ് എഫ് ഓഫ് യു ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഇൻറ്റു യു. ഇവിടെ ഞാൻ എടുത്ത ഫംഗ്ഷൻ സ്കേലാർ ഫംഗ്ഷൻ ആയിരുന്നു അല്ലെ. ഇതിൽ എഫ് എന്നുള്ള ഫംഗ്ഷൻ സ്കേലാർ ആയിരുന്നു, യു വെക്ടർ ഫംഗ്ഷൻ, എഫ് സ്കേലാർ ഫംഗ്ഷൻ ആയിരുന്നു. ഇനി ഇത് രണ്ടും വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആണെങ്കിലും എനിക്ക് ഇതേപോലെയുള്ള സിംപ്ലിഫിക്കേഷൻസ് തന്നെയാണ് വരിക അല്ലെ. അതായത് ഡി ബൈ ഡി ടി ഓഫ് വെക്ടർ യു ഡോട്ട് വെക്ടർ വി, ഇതാണ് ഞാൻ കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പോ ഇതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള സ്റ്റെപ്സിൽ എനിക്ക് എന്ത് കിട്ടും? വെക്ടർ യു ഡോട്ട് ഡി വി ബൈ ഡി ടി പ്ലസ് ഡി യു ബൈ ഡി ടി ഡോട്ട് വെക്ടർ വി എന്ന് കിട്ടും. മറ്റേതിനോട് സിമിലർ ആണ്, പക്ഷെ സ്റ്റെപ്സ് ഡിഫറെന്റ് ആണ്. കാരണം ഇവിടെ രണ്ട് ഫംഗ്ഷൻസും വെക്ടർ വാല്യൂഡ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് വി റിക്വയർ എ ഡിഫറെന്റ് പ്രൂഫ്. സ്റ്റെപ്സിലും ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഐഡിയ സെയിം ആണ്, പക്ഷെ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്ന സ്റ്റെപ്സിന് വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പ്രൂഫ് എങ്ങനെയാ വരിക എന്ന് നമുക്ക് നോക്കാം. വെക്ടർ യുവിനെ ഞാൻ u1 i പ്ലസ് u2 j പ്ലസ് u3 k എന്ന് വിളിക്കുന്നു. അപ്പൊ ഇവിടെ വെക്ടർ യു എന്ന് എഴുതുമ്പോൾ യു ഓഫ് ടി ആണ്, ഇത് u1 ഓഫ് ടി ആണ് എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ് കേട്ടോ. അതേപോലെ വെക്ടർ വിനെ ഞാൻ v1 i പ്ലസ് v2 j പ്ലസ് v3 k എന്നും വിളിക്കുന്നു. So what will be u dot v?
രണ്ട് വെക്ടേഴ്സ് തന്നാൽ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. ഓർമ്മയുണ്ടോ? എ ഡോട്ട് ബി നമ്മൾ എങ്ങനെയാ ഡിഫൈൻ ചെയ്യുന്നത്? വെക്ടർ എ ഈക്വൽ ടു a1i+a2j+a3kയും വെക്ടർ ബി ഈക്വൽ ടു b1i+b2j+b3kയും ആണെങ്കിൽ എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു a1b1+a2b2+a3b3. ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അത് കോർഡിനേറ്റ് വൈസ് മൾട്ടിപ്ലിക്കേഷൻ എടുത്തിട്ട് അതിന്റെ സമ്മേഷൻ ആണ് അല്ലെ. അപ്പൊ അത് തന്നെ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്താൽ എനിക്ക് പ്രോഡക്റ്റ് എന്താ വരിക? u1v1 പ്ലസ് u2v2 പ്ലസ് u3v3 എന്ന് വരും. ഇത് ഓരോന്നും സ്കെയിലാർ ഫംഗ്ഷൻ ആണ് അല്ലെ. അപ്പൊ ഇനി ഞാൻ ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ എന്താ വരിക? d/dt ഓഫ് u ഡോട്ട് ബി ഈക്വൽ ടു, ഈ ഓരോന്നും സ്കെയിലാർ ഫംഗ്ഷൻസ് ആണ്. ഇവിടെ പ്രോഡക്റ്റും വരുന്നുണ്ട് ഓരോ ടേമിലും അല്ലെ. ആ ഓരോ സ്ഥലത്തും പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. സോ u1v1 ഡാഷ് പ്ലസ് u1 ഡാഷ് v1, u1 v1 എന്നുള്ളതിന്റെ ഡെറിവേറ്റീവില് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തു. പ്ലസ് ഇനി എനിക്ക് എന്ത് വേണം? u2 v2ന്റെ ഡെറിവേറ്റീവ് വേണം അല്ലെ. അപ്പൊ അത് ഇതേപോലെ തന്നെ എന്ത് വരും? u2 v2 ഡാഷ് പ്ലസ് u2 ഡാഷ് v2 പ്ലസ് u3 v3 ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ u3 v3 ഡാഷ് പ്ലസ് u3 ഡാഷ് v3 എന്ന് കിട്ടും. ഈക്വൽ ടു, ഞാൻ പ്രത്യേക രീതിയിൽ ടേംസ് കളക്ട് ചെയ്യാൻ പോവാണ്. u1ന്റെ u1 u2 u3 എന്നുള്ള ടേംസ് ഡയറക്റ്റ് ആയിട്ടും v ഡയറക്ഷനിലുള്ള കമ്പോണൻസ് ഡെറിവേറ്റീവ് ആയിട്ടും വരുന്ന ടേംസ് ഒക്കെ കൂടെ കളക്ട് ചെയ്യുന്നു. അപ്പൊ എനിക്ക് ഇവിടെ ഇത് u1 v1 ഡാഷ് ആണ് അല്ലെ, അതെടുത്തു. പിന്നെ ഈ തേർഡ് ടേം വരുന്നത് എന്താണ്? u2 v2 ഡാഷ്. ഫിഫ്ത് ടേം വരുന്നത് u3 v3 ഡാഷ്. അത് മൂന്നും ഒന്നിച്ച് എഴുതി, ഓഡ് പൊസിഷനിൽ വരുന്ന എല്ലാ ടേംസും. ഇനി എനിക്ക് ബാക്കിയുള്ള ടേംസ് എന്ന് പറഞ്ഞാൽ u1 ഡാഷ് v1 പ്ലസ് ഫോർത്ത് ടേം എടുക്കുമ്പോൾ u2 ഡാഷ് v2 പ്ലസ് ലാസ്റ്റ് ടേം എടുക്കുമ്പോൾ u3 ഡാഷ് v3 എന്ന് വരും. ദിസ് ഇസ് ഈക്വൽ ടു, ഈ കിടക്കുന്നതിന് ഒരു ഡോട്ട് പ്രോഡക്റ്റിന്റെ സ്വഭാവം ഉണ്ട് അല്ലെ. ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഏതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് ആണ്? u1i പ്ലസ് u2j പ്ലസ് u3k ഡോട്ട് v1 ഡാഷ് i പ്ലസ് v2 ഡാഷ് j പ്ലസ് v3 ഡാഷ് k. ഇതാണ് ആക്ച്വലി ഫസ്റ്റ് ടേം വരുന്നത് അല്ലെ. ഇതിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഐയുടെ കമ്പോണൻസ് ഐയുടെ ഡയറക്ഷനിലുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ u1 v1 ഡാഷ് പ്ലസ് u2 v2 ഡാഷ് പ്ലസ് u3 v3 ഡാഷ്. അതാണ് ഈ ആദ്യത്തെ മൂന്ന് ടേംസ് അല്ലെ. അപ്പൊ ഈ മൂന്ന് ടേംസിനെ എനിക്ക് ഇങ്ങനെ ഡോട്ട് പ്രോഡക്റ്റ് ആക്കി എഴുതാം. അതേപോലെ തന്നെ പിന്നെ വരുന്ന മൂന്ന് ടേംസ് u1 ഡാഷ് v1 മുതൽ u3 ഡാഷ് v3 വരെയുള്ള ടേംസിനെ എനിക്ക് എങ്ങനെ എഴുതാം? പ്ലസ് u1 ഡാഷ് i പ്ലസ് u2 ഡാഷ് j പ്ലസ് u3 ഡാഷ് k ഡോട്ട് v1i പ്ലസ് v2j പ്ലസ് v3k എന്ന് എഴുതാം. ഓക്കെ, u1 ഡാഷ് v1 പ്ലസ് u2 ഡാഷ് v2 പ്ലസ് u3 ഡാഷ് v3, അതാണ് ഈ മൂന്ന് ടേംസ് അല്ലെ. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇതെന്താണ്? വെക്ടർ u ആണ്. ഡോട്ട് ഇതെന്താണ്? വെക്ടർ വിയുടെ ഡെറിവേറ്റീവ് v ഡാഷ് അഥവാ dv/dt എന്ന് നമുക്ക് എഴുതാം. പ്ലസ് ഇത് വെക്ടർ യുവിന്റെ ഡെറിവേറ്റീവ് ആണ് അല്ലെ. സോ u ഡാഷ് ഡോട്ട് ഇത് വെക്ടർ v ആണ്. സോ d/dt ഓഫ് u ഡോട്ട് v ഇസ് ഈക്വൽ ടു u ഡോട്ട് v1 ഡാഷ് പ്ലസ് u ഡാഷ് ഡോട്ട് v. ഇതിനെ തന്നെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? u ഡോട്ട് dv/dt പ്ലസ് du/dt ഡോട്ട് v എന്നും എഴുതാം കേട്ടോ. ബോത്ത് ആർ വൺ ആൻഡ് ദ സെയിം. ഡെറിവേറ്റീവിന്റെ രണ്ട് നൊട്ടേഷൻസ് ആണ്. d/dt വെച്ചും എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഡാഷ് എന്നുള്ള നൊട്ടേഷൻ യൂസ് ചെയ്തും എഴുതാം. അപ്പോ പ്രോഡക്റ്റ് റൂളും ഇവിടെ ഫംഗ്ഷൻസിന്, വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസിന് വാലിഡ് ആണ് എന്ന് നമുക്ക് കിട്ടി. ഇനി ശരിക്കും പ്രോഡക്റ്റ് റൂളിന് തൊട്ട് മുമ്പ് വരുന്ന കൺസെപ്റ്റ് തന്നെയാണ് സം ആൻഡ് ഡിഫറൻസ്. അതായത് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും രണ്ട് ഡിഫറെന്റ് ഫംഗ്ഷൻസ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ഓ മൈനസ് ജി ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാറ്? എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് കാണും, പ്ലസ് ഓർ മൈനസ് ജി ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് കാണും. പ്ലസ് ഇട്ട് എഴുതുന്നതിനെ നമ്മൾ സം റൂൾ എന്നും മൈനസ് നടുക്ക് വെച്ച് എഴുതുന്നതിനെ നമ്മൾ ഡിഫറൻസ് റൂൾ എന്നും പറയും. രണ്ടിന്റെയും പ്രൂഫും സംഭവങ്ങളൊക്കെ സെയിം ആണ്. ഞാൻ സം റൂൾ എഴുതാം, ഡിഫറൻസ് റൂൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിൽ മൈനസ് ഇട്ട് എഴുതാം, അത്രേ ഉള്ളൂ അല്ലെ. ഇപ്പൊ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസിലേക്ക് വരുമ്പോൾ സം റൂൾ എന്ന് പറഞ്ഞാൽ എന്താ വരിക? d/dt ഓഫ് വെക്ടർ u പ്ലസ് വെക്ടർ v ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് വെക്ടർ u പ്ലസ് ഡെറിവേറ്റീവ് ഓഫ്
വെക്ടർ ബി. ഇതിനെയാണ് നമ്മൾ സം റൂൾ എന്ന് പറയുന്നത്. ഈ പ്ലസിന്റെ സ്ഥാനത്ത് ഇവിടെയും മൈനസ് സൈൻ വന്നാൽ ഇത് ഡിഫറൻസ് റൂൾ എന്നായി മാറും. ഇത് പ്രൂവ് ചെയ്യാൻ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? വെക്ടർ യുവിനെ നേരത്തെ പോലെ തന്നെ u1i പ്ലസ് u2j പ്ലസ് u3k എന്ന് വിളിക്കാം. വെക്ടർ v is equal to v1i plus v2j plus v3k. So what will be vector u plus vector v? Vector u plus vector v is equal to coordinate wise ആണ് vectors add ചെയ്യുക അല്ലെ. So u1 plus v1i plus u2 plus v2j plus u3 plus v3k എന്ന് വരും. ഓക്കെ, പിന്നെ ഇതിന്റെ ഡെറിവേറ്റീവ്. സോ d by dt of vector u plus vector v equal to term wise differentiate ചെയ്യണം. So d by dt of u1 plus v1i plus d by dt of u2 plus v2j plus d by dt of u3 plus v3k എന്ന് വരും. u1 v1 u2 v2 u3 v3 ഇതൊക്കെ എന്ത് ഫംഗ്ഷൻസ് ആണ്? സ്കേലാർ ഫംഗ്ഷൻസ് ആണ്. സ്കേലാർ ഫംഗ്ഷൻസിന് ഓൾറെഡി നമുക്ക് സം റൂളും ഡിഫറൻസ് റൂളും ഒക്കെ ലിറ്ററേച്ചറിൽ ഉള്ളതാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഞാൻ ആദ്യം യു ടേംസ് കളക്ട് ചെയ്ത് എഴുതുന്നു. സോ du1 by dt i പ്ലസ് സെക്കൻഡ് ടേമിന് du2 by dt j പ്ലസ് du3 by dt k പ്ലസ് ഇനി വിയുടെ ടേംസ് കളക്ട് ചെയ്ത് എഴുതുകയാണെങ്കിൽ dv1 by dt i പ്ലസ് dv2 by dt j പ്ലസ് dv3 by dt k എന്ന് വരും. ഈക്വൽ ടു, ഇത് ഏതിന്റെ ഡെറിവേറ്റീവ് ആണ്? വെക്ടർ യുവിന്റെ ഡെറിവേറ്റീവ് ആണ് അല്ലെ, അതായത് du by dt ആണ്. പ്ലസ് ഇത് വെക്ടർ വിയുടെ ഡെറിവേറ്റീവ് ആണ്. സോ dv by dt എന്ന് വരും. ഇതേ പ്രൂഫ് തന്നെ നമുക്ക് ഡിഫറൻസ് റൂളിനും അപ്ലൈ ചെയ്യാം. u മൈനസ് വി എന്നായിരുന്നെങ്കിൽ ഇവിടെയൊക്കെ മൈനസ് സൈൻ വന്നേനെ അല്ലെ. ഇവിടെയൊക്കെ മൈനസ് സൈൻ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു മൈനസ് സൈൻ കോമൺ ഫാക്ടർ ആയിട്ട് പുറത്തെടുക്കാം. അപ്പൊ ഇവിടെയും മൈനസ് സൈൻ വന്നേനെ. ദാറ്റ് ഗിവ്സ് us ദി ഡിഫറൻസ് റൂൾ. പിന്നെ തൊട്ട് മുമ്പ് നമ്മൾ പ്രൂവ് ചെയ്തത് ഡോട്ട് പ്രോഡക്റ്റ് റൂൾ ആണ്. ഈ ഡോട്ട് പ്രോഡക്റ്റ് റൂള് അതുപോലെ തന്നെ നമുക്ക് ക്രോസ് പ്രോഡക്റ്റിലും അപ്ലൈ ചെയ്യാൻ പറ്റും. എന്താണ് ക്രോസ് പ്രോഡക്റ്റ്? എ ക്രോസ് ബി. രണ്ട് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസ്, വെക്ടേഴ്സിന് നമ്മൾ രണ്ട് തരം പ്രോഡക്റ്റ് പറയുന്നുണ്ട്, ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും. എ ഡോട്ട് ബി എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. a1 b1 പ്ലസ് a2 b2 പ്ലസ് a3 b3 ആണ്. എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റർമിനന്റ് ഐ ജെ കെ എയുടെയും ബിയുടെയും കമ്പോണൻസ് അടുത്ത രണ്ട് റോ ആയിട്ട് വരും. a1 a2 a3 v1 v2 v3. ആ ഡിറ്റർമിനന്റിന്റെ വാല്യൂവിനെയാണ് നമ്മൾ അവിടെ ക്രോസ് പ്രോഡക്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഐ ജെ കെയിലുള്ള ഒരു ഫംഗ്ഷൻ തന്നെയാണ് കിട്ടുക. ഇതേ റൂള് തന്നെ നമുക്ക് ഡോട്ട് ക്രോസ് പ്രോഡക്റ്റിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യാം. ഇപ്പൊ ക്രോസ് പ്രോഡക്റ്റ് റൂൾ എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. ഈക്വൽ ടു യു ക്രോസ് ഡി വി ബൈ ഡി ടി പ്ലസ് ഡി യു ബൈ ഡി ടി ക്രോസ് ബി. ഇവിടെ നമ്മൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതായത് എ ഡോട്ട് ബി എന്ന് എഴുതിയാലും ബി ഡോട്ട് എ എന്ന് എഴുതിയാലും ഒന്ന് തന്നെയാണ്. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ വരിക? a1 b1 പ്ലസ് a2 b2 പ്ലസ് a3 b3. ബി ഡോട്ട് എ എന്ന് പറഞ്ഞാലോ b1 a1 പ്ലസ് b2 a2 പ്ലസ് b3 a3 എന്നാണ് വരുന്നത്. റിയൽ നമ്പേഴ്സ് കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് ആ കമ്മ്യൂട്ടേറ്റിവിറ്റി നമുക്ക് ഡോട്ട് പ്രോഡക്റ്റിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. സോ എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു ബി ഡോട്ട് എ. അതേസമയം കാർട്ടീഷ്യൻ ക്രോസ് പ്രോഡക്റ്റിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? യു ക്രോസ് വി അല്ലെങ്കിൽ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഐ ജെ കെ a1 a2 a3 b1 b2 b3. ഇതാണ് എ ക്രോസ് ബി വരുന്നത്. ബി ക്രോസ് എ എന്താ വരിക? ബി ക്രോസ് എ ഇസ് ഈക്വൽ ടു അഗെയിൻ ഡിറ്റർമിനന്റ് ഐ ജെ കെ b1 b2 b3 a1 a2 a3. രണ്ടും ഡിറ്റർമിനൻസ് ആണ്. മെട്രിസസിലെ എൻട്രീസും സെയിം ആണ്. അപ്പൊ എ ക്രോസ് ബി ഈക്വൽ ടു ബി ക്രോസ് എ ആയിരിക്കുമോ? പെട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ തോന്നാം. പക്ഷെ ഡിറ്റർമിനൻസിന്റെ പ്രോപ്പർട്ടി എന്താണ്? രണ്ട് റോസ് ഇന്റർചേഞ്ച് ചെയ്താൽ കിട്ടുന്ന മെട്രിസസിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ചേഞ്ചസ് ബൈ എ സൈൻ. ഒരു സൈനിന്റെ
ഡിഫറൻസ് വരും. സോ എ ക്രോസ് ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ. ആക്ച്വലി ബി ക്രോസ് എ എന്ന് പറഞ്ഞാൽ മൈനസ് എ ക്രോസ് ബി ആണ്. അപ്പൊ അതുകൊണ്ട് ക്രോസ് പ്രോഡക്റ്റ് എഴുതുമ്പോൾ എഴുതുന്ന ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ യു ക്രോസ് ഡി വി ബൈ ഡി ടി എന്നുള്ളതിന് പകരം ഡി വി ബൈ ഡി ടി ക്രോസ് യു എന്ന് എഴുതിയാൽ ഫോർമുല തെറ്റിപ്പോകും. അതേസമയം യു ഡോട്ട് ഡി വി ബൈ ഡി ടിക്ക് പകരം നമ്മൾ ഡി വി ബൈ ഡി ടി ഡോട്ട് യു എന്ന് എഴുതിയാലും അവിടെ കുഴപ്പമൊന്നുമില്ല. അതേപോലെ ഡി യു ബൈ ഡി ടി ക്രോസ് വി, അത് അങ്ങനെ തന്നെ എഴുതണം. വി ക്രോസ് ഡി യു ബൈ ഡി ടി എന്ന് എഴുതിയാൽ സംഗതി മാറിപ്പോയി, ആ ഫോർമുല തെറ്റാണ് കേട്ടോ. അപ്പൊ ക്രോസ് പ്രോഡക്റ്റില് ഓർഡർ റെസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം. ഇതിനെ തന്നെ നമ്മൾ ആംഗിളിന്റെ ബേസിലും ഡിഫൈൻ ചെയ്യാറുണ്ട് അല്ലെ. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എ ബി കോസ് തീറ്റ ആണ്. തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെക്ടേഴ്സ് എ ആൻഡ് ബി. ഓക്കെ, കോസ് തീറ്റ ഇസ് സെയിം ആസ് കോസ് മൈനസ് തീറ്റ. അപ്പൊ എയിൽ നിന്ന് ബി വരെയുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് എടുത്താലും ബിന്ന് എ വരെയുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, അപ്പൊ മൈനസ് തീറ്റ എന്ന് വരും. പക്ഷെ കോസ് മൈനസ് തീറ്റ ഇസ് സെയിം ആസ് കോസ് തീറ്റ, അതുകൊണ്ട് എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു ബി ഡോട്ട് എ. അതേസമയം എ ക്രോസ് ബി എന്താണ് വരുന്നത്? എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു എ ബി സൈൻ തീറ്റ ഇൻറ്റു വെക്ടർ എൻ, where vector n is a unit vector which is perpendicular to both a and b, and theta is the angle between a and b. ഇങ്ങനെയാണ് നമ്മൾ ക്രോസ് പ്രോഡക്റ്റിനെ ഇൻ ടേംസ് ഓഫ് ആംഗിൾ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷേ എ ക്രോസ് ബിക്ക് പകരം ഞാൻ ബി ക്രോസ് എ എടുത്താൽ എന്ത് സംഭവിക്കും? എയിൽ നിന്ന് ബിയിലേക്ക് ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ തീറ്റ ആണെങ്കിൽ ബിയിൽ നിന്ന് എയിലേക്ക് മെഷർ ചെയ്യുമ്പോൾ അത് മൈനസ് തീറ്റ ആവും അല്ലെ. ആൻഡ് സൈൻ മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ, അല്ലാണ്ട് അത് സൈൻ തീറ്റയോട് ഈക്വൽ അല്ല. അപ്പൊ അങ്ങനെ നോക്കിയാലും നമുക്ക് എന്ത് മനസ്സിലാക്കാം? ക്രോസ് പ്രോഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് അല്ല. എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു മൈനസ് ബി ക്രോസ് എ എന്നാണ് വരുന്നത്. ഇനി അടുത്ത ഒരു റൂളും കൂടി നമ്മൾ പഠിച്ചിട്ടുള്ളത് ചെയിൻ റൂൾ. ഇപ്പൊ സൈൻ എക്സ് സ്ക്വയർ, അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ ചെയ്യാറ്? ആദ്യം സൈനിന്റെ ഡെറിവേറ്റീവ് എന്നുള്ള കൺസെപ്റ്റ് അല്ലെ. അപ്പൊ നമുക്ക് കോസ് എക്സ് സ്ക്വയർ എന്ന് വരും. അവിടെ കൊണ്ട് ഡിഫറൻസിയേഷൻ തീരുവോ? ഇല്ല. കാരണം സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ്. ഇവിടെ നമ്മൾ സൈൻ എക്സ് സ്ക്വയർ എന്ന് അവിടെ വീണ്ടും ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ വീണ്ടും ഒരു ഫംഗ്ഷൻ വരികയാണെങ്കിൽ ഓക്കെ, ആദ്യം നിങ്ങൾ ആദ്യത്തെ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്തോളൂ, കോസ് എക്സ് സ്ക്വയർ, ദാറ്റ്സ് പെർഫെക്റ്റ്, ഇൻടു എന്തുകൂടി ചെയ്യണം? ആ രണ്ടാമത്തെ ഫംഗ്ഷന്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കൂടി എഴുതണം. അതായത് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ഇൻടു 2x കൂടി വരും. ഇപ്പൊ 2x കോസ് എക്സ് സ്ക്വയർ എന്നാണ് സൈൻ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വരുന്നത് അല്ലെ. ഈ റൂളിന് നമ്മൾ എന്താ പേര് പറയാ? ചെയിൻ റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ എന്നാണ് പറയുന്നത്. ആ ചെയിൻ റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ ഫംഗ്ഷൻസിന്റെ കേസിലും വാലിഡ് ആണ്. അതായത് വെക്ടർ ഡി ആർ ബൈ ഡി എസ് ഇസ് ഈക്വൽ ടു ഡി ആർ ബൈ ഡി ടി ഇൻറ്റു ഡി ടി ബൈ ഡി എസ്. ആർ എന്നുള്ള ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് ടി ആണ് തന്നിരിക്കുന്നത്, പക്ഷെ എനിക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് ഇൻ ടേംസ് ഓഫ് എസ് ആണ് എങ്കിൽ ഡി ആർ ബൈ ഡി ടി കണ്ടുപിടിക്കുക, എന്നിട്ട് ഇൻറ്റു ഡി ടി ബൈ ഡി എസ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ ചെയിൻ റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ പ്രോബ്ലംസിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, determine the unit tangent vector to the circle x equal to cos t I, y equal to sin t, x equal to cos t I വേറേണ്ട, y equal to sin t, z equal to 0 at t equal to 0 and t equal to pi by 2. രണ്ട് പോയിന്റുകളിലെ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ടി എന്താണെന്നായിരുന്നു നമ്മുടെ ഫോർമുല? ഡി ആർ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഡി ആർ ബൈ ഡി ടി. ഇതാണ് നമ്മുടെ ഫോർമുല അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് വേണം? പൊസിഷൻ വെക്ടർ ആർ ഓഫ് ടി എഴുതണം. പൊസിഷൻ വെക്ടർ ആർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? എക്സിന്റെ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ, അതായത് കോസ് ടി ഐ പ്ലസ് വൈയുടെ ഫംഗ്ഷൻ സൈൻ ടി ജെ പ്ലസ് സെഡിന്റെ ഫംഗ്ഷൻ, അതെവിടെ 0 ആണ് അല്ലെ. അപ്പൊ പ്ലസ് 0 ഒക്കെ എന്നാണ് വരിക, അതുകൊണ്ട് അത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ വെക്ടർ ആർ ഓഫ് ടി കിട്ടി, കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ. ഇനി ടാൻജന്റ് വെക്ടർ കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഡി ആർ ബൈ ഡി ടി കണ്ടുപിടിക്കണം. ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി, സോ മൈനസ് സൈൻ ടി ഐ പ്ലസ് സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി ജെ. ഇത് ടാൻജന്റ് വെക്ടർ ആണ്. യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആവണമെങ്കിൽ എന്ത് വേണം? മാഗ്നിറ്റ്യൂഡ് 1 ആവണം. മാഗ്നിറ്റ്യൂഡ് 1 ആവാൻ ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. സോ മോഡുലസ് ഓഫ് ഡി ആർ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു, പക്ഷെ ഇവിടെ എന്താ വരുന്നത്?
മൈനസ് സൈൻ ടിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി അല്ലെ. സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി 1 ആണ്. അതിന്റെ റൂട്ട് എടുത്താലും 1 ആണ്. അപ്പൊ ഇത് എന്താണ്? യൂണിറ്റ് വെക്ടർ തന്നെയാണ്. സോ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ടി ഇസ് ഈക്വൽ ടു 1 കൊണ്ടാണ് ഇവിടെ ഡിവിഷൻ വരുന്നത്. സോ ഇറ്റ് ഇസ് സെയിം ആസ് മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ഇത് അറ്റ് എ പോയിന്റ് ടി യൂണിറ്റ് ടാൻജന്റ് വെക്ടർ എന്താണെന്നാണ്. രണ്ട് പെർട്ടിക്കുലർ പോയിന്റ്സിൽ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ടാൻജന്റ് വെക്ടർ അറ്റ് ദ പോയിന്റ് ടി ഈക്വൽ ടു 0 കിട്ടണമെങ്കിൽ ടിക്ക് പകരം സ്മോൾ ടിക്ക് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ മൈനസ് സൈൻ 0 ഐ പ്ലസ് കോസ് 0 ജെ എന്ന് വരും. സൈൻ 0യുടെ വാല്യൂ 0 ആണ്, കോസ് 0ന്റെ വാല്യൂ 1 ആണ്. സോ അറ്റ് ദ പോയിന്റ് ടി ഈക്വൽ ടു 0 യൂണിറ്റ് ടാൻജന്റ് വെക്ടർ എന്ന് പറയുന്ന വെക്ടർ ജെ ആണ്. ഇനി അറ്റ് ദ പോയിന്റ് പൈ ബൈ 2 കണ്ടുപിടിക്കണമെങ്കിൽ ടിക്ക് പൈ ബൈ 2 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സൈൻ പൈ ബൈ 2ന്റെ വാല്യൂ 1, ഇവിടെ മൈനസ് ഉണ്ട് അല്ലെ. സോ എനിക്ക് മൈനസ് ഐ എന്ന് വരും. കോസ് പൈ ബൈ 2ന്റെ വാല്യൂ 0. സോ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ അറ്റ് ദ പോയിന്റ് പൈ ബൈ 2 ഇസ് മൈനസ് ഐ. എങ്ങനെയാണ് ചെയ്യേണ്ടത്? പ്രോബ്ലംസ് പൊതുവെ സിമ്പിൾ ആണ്. ഈ സെക്ഷനിലെ പ്രോബ്ലംസ് എളുപ്പമാണ് കേട്ടോ. തെറ്റിക്കാതെ ശ്രദ്ധയോടെ ചെയ്യുക. ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ, അല്ലാണ്ട് ടഫ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ടു ദി കർവ്. ഇവിടെ കർവിന്റെ ഇക്വേഷൻ പൊസിഷൻ വെക്ടർ നേരിട്ട് തന്നിരിക്കുകയാണ്. ആർ ഓഫ് ടി ഈക്വൽ ടു ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ പ്ലസ് ടി ക്യൂബ് കെ അറ്റ് ദ പോയിന്റ് 2, 4, 8. ഓക്കെ, ഈ പോയിന്റിലെ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത്. യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ടാൻജന്റ് വെക്ടർ കിട്ടണം അല്ലെ. സോ ഡി ആർ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു, ഈ ഓരോന്നിനെയും ടേം വൈസ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ടിയുടെ ഡെറിവേറ്റീവ് 1, അപ്പൊ എനിക്ക് ആദ്യം കിട്ടുന്നത് ഐ പ്ലസ് ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2t, സോ 2tj പ്ലസ് ടി ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3t സ്ക്വയർ കെ. ഇതാണ് ഡി ആർ ബൈ ഡി ടിയുടെ വാല്യൂ വരുന്നത്. എനിക്ക് ടാൻജന്റ് വെക്ടർ ഏത് പോയിന്റിലാണ് വേണ്ടത്? 2, 4, 8 എന്നുള്ള പോയിന്റിലാണ് വേണ്ടത് അല്ലെ. ഈ 2, 4, 8 ഏതുമായിട്ടാണ് എനിക്ക് കമ്പയർ ചെയ്യാവുന്നത്? എക്സ് വൈ സെഡിന്റെ വാല്യൂസ് ആണിത് അല്ലെ. എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടി സ്ക്വയർ ടി ക്യൂബ് ആണ്. സോ 2, 4, 8 is equal to ടി സ്ക്വയർ ടി ക്യൂബ്. ഫ്രം ദിസ് what I get is the value of t is 2. അപ്പോൾ t equal to 2 എന്നുള്ള പോയിന്റിലെ ടാൻജന്റ് വെക്ടർ ആണ് എനിക്ക് കിട്ടേണ്ടത്. So dr by dt at the point 2 is equal to, എനിക്ക് t ക്ക് പകരം 2 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ I plus 4j t equal to 2 കൊടുക്കുമ്പോൾ 2 into 2 plus 2 square is 4 into 3 is 12. So I plus 4j plus 12k എന്ന് വരും. ഇത് ടാൻജന്റ് വെക്ടർ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? യൂണിറ്റ് ടാൻജന്റ് വെക്ടർ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ അതിന് എന്ത് വേണം? മോഡുലസ് ഓഫ് ഡി ആർ ബൈ ഡി ടിയും കൂടി കണ്ടുപിടിക്കണം. മോഡുലസ് ഓഫ് ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് 4ന്റെ സ്ക്വയർ 16 പ്ലസ് 12ന്റെ സ്ക്വയർ 144 ഈക്വൽ ടു റൂട്ട് ഓഫ് 161. പെർഫെക്റ്റ് സ്ക്വയർ അല്ല, റൂട്ട് ഓഫ് എന്ന് വരും. അത് അങ്ങനെ തന്നെ നിന്നോട്ടെ, ഒരു കുഴപ്പമില്ല കേട്ടോ. So unit tangent vector at the point t equal to 2 is equal to, ഇതിനെ 1 by root of 161 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. So 1 by root of 161 into I plus 4j plus 12k. ഈ പ്രോബ്ലം ഇപ്പൊ ചെയ്തപ്പോ നമ്മൾ ചെയ്തത് എന്താണ്? ടാൻജന്റ് വെക്ടർ കണ്ടുപിടിച്ചിട്ട് ടാൻജന്റ് വെക്ടർ അറ്റ് ദ പോയിന്റ് t equal to 2ലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അതിനെ യൂണിറ്റ് ആക്കി. ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആദ്യം കണ്ടുപിടിക്കാം. അതായത് ഡി ആർ ബൈ ഡി ടി എനിക്ക് കിട്ടി. സോ വാട്ട് ഇസ് മോഡുലസ് ഓഫ് ഡി ആർ ബൈ ഡി ടി? മോഡുലസ് ഓഫ് ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് 4t സ്ക്വയർ പ്ലസ് 9t റേസ് ടു 4 എന്ന് വരും അല്ലെ. സോ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ടി എന്ന് പറഞ്ഞാൽ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതുന്നതാണ് വരിക. എന്നിട്ട് ടി ഈക്വൽ ടു 2 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ ചെയ്താൽ നിങ്ങൾ എവിടെ തന്നെ എത്തും? ഈ പോയിന്റിൽ തന്നെയാണ് എത്തുക. അപ്പൊ ടിയുടെ വാല്യൂ അവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കുറച്ചുകൂടി എളുപ്പമുണ്ട്. ഈ എക്സ്പ്രഷൻ റൂട്ട് ഓഫ് 1 പ്ലസ് 4t സ്ക്വയർ പ്ലസ് 9t റേസ് ടു 4 എന്നുള്ളതിനേക്കാളും നമുക്ക് എളുപ്പമാണ് എന്ത്? നേരിട്ട് റൂട്ട് ഓഫ് 1 പ്ലസ് 16 പ്ലസ് 144 ചെയ്യുന്നത് അല്ലെ. രണ്ട് മെത്തേഡും കറക്റ്റ് ആണ്.
നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ടിക്ക് ആദ്യം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ രീതിക്ക് ചെയ്തത്. അങ്ങനെ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പാരാമെട്രിക് ഇക്വേഷൻ ഫോർ ദ ലൈൻ that is tangent to the curve in the equation r of t, vector r of t equal to sin ti plus t square minus cos t j plus e raised to t k at the point t equal to 0. Okay. So vector r of t തന്നിട്ടുണ്ട്. നമുക്ക് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത് at the point t equal to 0. So dr by dt equal to sin t derivative cos t. So cos ti plus t square derivative 2t, then minus cos t derivative minus sin t വരും അല്ലേ? അപ്പൊ മൈനസ് മൈനസ് കൂടി പ്ലസ് ആയി sin t j plus e raised to t derivative e raised to t തന്നെ. So e raised to t k. Okay. ഇനി ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ എനിക്ക് മോഡുലസ് ഓഫ് ഡി ആർ ബൈ ഡി ടി കൊണ്ട് ഡിവൈഡ് ചെയ്യാം, എന്നിട്ട് ടിക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എക്സ്പ്രഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും. എന്നാലും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടേക്ക് തന്നെ എത്തും. പക്ഷെ എളുപ്പം ഏതാണ്? ഡി ആർ ബൈ ഡി ടി അറ്റ് ദ പോയിന്റ് ടി ഈക്വൽ ടു 0. എനിക്ക് ഒന്നുകിൽ ഓഫ് 0 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇത് രണ്ടും വാലിഡ് നൊട്ടേഷൻസ് ആണ് കേട്ടോ. ഈക്വൽ ടു കോസ് 0 1 ആണ്. സോ ഐ പ്ലസ് 2 into 0 0 ആണ്, സൈൻ 0യും 0 ആണ്. അപ്പൊ ഈ ടേം അങ്ങനെ തന്നെ 0 ആയിട്ട് പോയി. പിന്നെ വരുന്നത് എന്താ? ഇ റേസ് ടു 0. ഈ ഒരു പോസിറ്റീവ് നമ്പർ ആണ്. എ പോസിറ്റീവ് നമ്പർ റേസ് ടു 0 is 1. സോ ഇത് k എന്നാവും. അപ്പൊ ഡി ആർ ബൈ ഡി ടി അറ്റ് ദ പോയിന്റ് 0 is i plus k. അപ്പൊ മോഡുലസ് ഓഫ് ഡി ആർ ബൈ ഡി ടി അറ്റ് ദ പോയിന്റ് ടി ഈക്വൽ ടു 0 എന്താണ് വരിക? റൂട്ട് ഓഫ് കോഎഫിഷ്യൻസിന്റെ സ്ക്വയറിന്റെ സം അല്ലേ? സോ 1 plus 1 equal to root 2. Therefore, unit tangent vector at the point 0 is equal to 1 by root 2 into I plus k. Vector I by root 2 plus vector k by root 2 എന്ന് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. രണ്ടും വാലിഡ് ആണ്. ഇത്രയും വെച്ച് ഞാൻ ഇന്നത്തെ റെഗുലർ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു.